ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. അത് പൂരാടം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. പൂരാടം നക്ഷത്രം ധനു രാശിയിൽപ്പെട്ട നക്ഷത്രവുമാണ്. ഈ വർഷത്തെ വിഷു എന്ന് പറയുമ്പോൾ മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്ന സമയം ആണ് വിഷു ആരംഭിക്കുക. ഈ വർഷം കൊല്ലവർഷം 1199 മീനമാസം 31 അതായത് 2024 ഏപ്രിൽ മാസം 13 ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടി തിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് ആണ് മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്നത്. മേടമാസം അല്ലെങ്കിൽ മേടം രാശി ആദിത്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദിത്യൻ ഉച്ചം ചെയ്യുന്നു, അതായത് ഏറ്റവും പവർഫുള്ളാകുന്ന രാശിയാണ് മേടം രാശി, അതായത് മേടമാസത്തിൽ ഏറ്റവും ശക്തനാകുന്നു ആദിത്യൻ. ഓരോ ഗ്രഹത്തിനും അങ്ങനെ ശക്തി വർദ്ധിക്കുന്ന രാശികളും മാസങ്ങളുമുണ്ട്. ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, മൂലത്രികോണം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം എന്നാണ്. അങ്ങനെ ആദിത്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ സമയം വിഷു ആഘോഷിക്കുമ്പോൾ ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചെയ്യും. അത് ഒരു വർഷം മുഴുവൻ ആ ഭാഗ്യം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു 1-ാം തീയതി ദിവസം കൈനീട്ടം ലഭിക്കുകയോ 1-ാം തീയതി കയറുകയോ ഒക്കെ ചെയ്താൽ, നല്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയോ നല്ല ആൾക്കാർ വന്നു കയറുകയോ ഒക്കെ ചെയ്താൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയാവുന്നവരാണല്ലോ നാം എല്ലാവരും, അത് ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്. വിഷു കൈനീട്ടം കിട്ടുക അല്ലെങ്കിൽ വിഷു ഫലം അതിനനുസരിച്ചാണ് ഒരു വർഷത്തെ ഫലം വരിക. അത് പല കാരണങ്ങളാലും ഈ പൂരാടം നക്ഷത്രക്കാർക്ക് പല ഗ്രഹങ്ങൾ, ഏതെങ്കിലും ഗ്രഹപ്പിഴകളുള്ള സമയമാണെങ്കിലും അത് ഗോചരാലോ ജാതകാലോ ദോഷങ്ങളുണ്ടെങ്കിലും വിഷുഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഭാഗ്യാധിപൻ ബലവാനായിട്ട് വരും. പൂരാട നക്ഷത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം 2 ഗ്രഹങ്ങൾ ഭാഗ്യഗ്രഹങ്ങളാണ്. ഒന്ന് ചൊവ്വായും മറ്റത് ആദിത്യനും. ഈ 2 ഗ്രഹങ്ങളും ശക്തിയുടെയും അധികാരത്തിൻ്റെയും ഗ്രഹമാണ്. ആ ഗ്രഹങ്ങൾ ബലവാനായി വരുന്ന പല സന്ദർഭങ്ങളും ഈ വിഷുവിന് ശേഷം വരുന്നു. അപ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചെയ്യും. പ്രത്യേകിച്ച് ഒരു കാർഷിക വിളയുടെ ഉത്സവം കൂടിയാണ് വിഷു. കൃഷിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷുവിന് ശേഷം വരുന്ന ഒരു വർഷത്തേന് നല്ല വിളവ് ലഭിക്കുന്ന ഒരു കാലമാണ്. വിളവിന് അനുസരിച്ച് വില ലഭിക്കുകയും ചെയ്യും. അത് കാർഷിക രംഗം എന്ന് പറയുമ്പോൾ നാണ്യവിളകളും ഒക്കെ ഉൾപ്പെടും. ആവശ്യത്തിന് മഴ ലഭിക്കുകയും വേനൽക്കാലം ലഭിക്കുകയും മഞ്ഞുകാലം ലഭിക്കുകയും ചെയ്യുന്ന കാലം. അത് കൃഷിക്ക് മാത്രമല്ല, മറ്റ് പല ബിസിനസ്സുകൾക്കും പ്രവർത്തന രംഗങ്ങൾക്കും ഒക്കെ അനിവാര്യമാണ്. അതായത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ പറയുന്നത്. ഈ വർഷം ഈ പൂരാടം നക്ഷത്രക്കാർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചെയ്യും. അതായത് പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ മധ്യവയസ്കരായാലും യുവതീ യുവാക്കളായാലും ഉപരിപഠനങ്ങളോ ഉന്നത വിദ്യാഭ്യാസങ്ങളോ ഒക്കെ ചെയ്യുന്നവരായാലും അവർക്കൊക്കെ പരീക്ഷകൾ പാസ്സാകുന്നതിനും ജോലിക്കായിട്ടും
ഇപ്പോൾ ജോലിയുള്ളവർക്ക് ഉയർന്ന പദവിയിലുള്ള ജോലി കിട്ടുന്നതിന് ആവശ്യമായ ടെസ്റ്റുകളൊക്കെ എഴുതുന്ന സമയത്തും ഇൻ്റർവ്യൂ പങ്കെടുക്കുന്ന സമയത്തുമൊക്കെ വിജയങ്ങൾ സൂചകം. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും ബന്ധുക്കളിൽ നിന്ന് നല്ല സഹായം ലഭിക്കുന്നതിനും യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് നടക്കുന്നതിനും യോഗമുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും അതല്ല തീരദേശത്ത് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരോ, മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരോ, മറ്റ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും, അധ്യാപകർ, മറ്റ് ഗവൺമെൻറ് ജോലിക്കാർ, അങ്ങനെയുള്ളവർക്കെല്ലാം വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു സ്ഥിതിയാണ് പൂരാട നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണ്ട ഒരു കാലമാണ്. അത് വളരെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും സന്തോഷകരമായ വിഷു ആശംസകൾ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.